ഇന്ത്യ ഒരു പുതിയ ദൗത്യം കൂടി വിജയിച്ച് ശുഭാംശു ശുക്ലയും ടീമെല്ലാം കൂടെ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നുവെന്ന ശുഭസൂചകമായൊരു വാർത്ത. എന്തായാലും പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളും ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പുതിയ എന്തെങ്കിലും കാര്യങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താ പുതിയ അപ്ഡേഷൻസ്? അതായത് ശുഭാംശു ശുക്ല പങ്കെടുത്ത ആക്സിയം 4 എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യം 14 ദിവസം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ ദൗത്യം നാളെ പൂർത്തിയാകുകയാണ്. അപ്പോൾ അതിനുശേഷം അവർക്ക് മടക്കയാത്ര ആരംഭിക്കാം. അതായത് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപഗ്രഹം കണക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു കൃത്യമായ ഒരു സ്ഥാനത്തെത്തുമ്പോഴാണ് ഇത് മറ്റേ ഡീ ഡോക്കിങ് നടക്കുക. അതായത് ഈ ബഹിരാകാശ പേടകം അതുമായിട്ട് വേർപെടുത്തണം. അപ്പോൾ അതിനുശേഷം പിന്നീട് അതിൻ്റെ ചില ത്രസ്റ്ററുകളൊക്കെ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ഭ്രമണപഥം പതുക്കെ ഭൂമിയോട്ട് അടുപ്പിച്ച് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിലേക്ക് ഈ ബഹിരാകാശ പേടകത്തെ എത്തിക്കണം. അതിനുശേഷം പിന്നീടുള്ളതാണ് ഏറ്റവും സങ്കീർണമായ ഘടകം ഉള്ളത്. ഈ പറയുന്ന അവിടെ എത്തിക്കഴിയുമ്പോൾ ഭൂമിയിലെ കാലാവസ്ഥ ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇവരെ സംബന്ധിച്ച്. അതായത് ഫ്ലോറിഡ തീരപ്രദേശത്താണ് ഇതിൻ്റെ സ്പ്ലാഷ് ഡൗൺ നിശ്ചയിച്ചിരിക്കുന്നത്. സ്പ്ലാഷ് ഡൗൺ എന്ന് പറഞ്ഞാൽ കടലിലേക്ക് വന്നാണ് ഈ ബഹിരാകാശ പേടകം പതിക്കുക. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഒരു ഘടകമാണ്, കാറ്റിൻ്റെ ഗതി ഒരു ഘടകമാണ്. അപ്പോൾ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും ഇവർ ഭൂമിയിലോട്ടുള്ള ഇവരുടെ പുനഃപ്രവേശനം സംബന്ധിച്ചുള്ള പുനഃപ്രവേശനം സംബന്ധിച്ചുള്ള അന്തിമ തീയതി നാസ പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തേണ്ടതുണ്ട്. കാര്യം ഈ കാലാവസ്ഥ അനുകൂലമായ മാത്രം പോരാ, ഇവരുടെ ഈ റിക്കവറി വാഹനം, അതായത് ഈ കടലിൽ വന്ന് പതിക്കുന്ന ഒരു സ്ഥാനം കണ്ടെത്തി അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ സജ്ജമാക്കി വെക്കണം. ഈ ബഹിരാകാശ പേടകത്തെ തിരിച്ച് കയറ്റിക്കൊണ്ട് പോകാനുള്ള വലിയ ബോട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതടക്കം പൂർണ്ണമായി സജ്ജമാക്കിയതിന് ശേഷമായിരിക്കും ഇവർ എന്ന് നമ്മുടെ ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ സ്പ്ലാഷ് ഡൗൺ എന്ന് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യം ഡേറ്റ് തീരുമാനിക്കാൻ പറ്റും. ചിലപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന ഏതാണ്ട് 28 മണിക്കൂർ കൊണ്ടാണ് ഈ പറയുന്ന ഈ ബഹിരാകാശ പേടകം അല്ലെങ്കിൽ ഇവരുടെ ഈ യാത്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര പൂർത്തിയാക്കി. 28 മണിക്കൂർ എടുത്തിട്ടാണ് പൂർത്തിയാക്കിയത്. പക്ഷേ തിരിച്ചുള്ള വരവ് അത്രയും മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ ഈ ഘടകങ്ങൾ കൊണ്ട് സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ഈ തിരിച്ചു വരവ്. കാരണം ഈ കൽപ്പന ചൗളയുടെ അപകടം നമ്മൾ കണ്ടതാണ്. കാര്യം ഈ ഭൗമ ഉപരിതലത്തിൽ വരുമ്പോൾ അതിഭീകരമായ ചൂട്, ഏതാണ്ട് 3800 ഡിഗ്രി സെൽഷ്യസ് താപനില. വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി മതി, പക്ഷേ 3800 ഡിഗ്രി സെൽഷ്യസ് താപനില എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയൊരു ചൂടാണ് ഈ പറയുന്ന ബഹിരാകാശ പേടകത്തിൻ്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുക. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കവചം ഉള്ളത് കൊണ്ടാണ് ഇത് തീ പിടിക്കാതെ അവശേഷിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ചൂടും പിന്നെ ഹൈപ്പർസോണിക് വേഗതയിലായിരിക്കും ഈ ബഹിരാകാശ പേടകം സഞ്ചരിക്കുക. അതായത് നമ്മൾ ഈ ചില ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിരിക്കും ഇത് കിലോമീറ്ററുകളോളം പോവുക. അപ്പോൾ അത്രയ്ക്ക് വേഗത, അതേപോലെ തന്നെ ഈ ചൂട്, ഇത് രണ്ടും അതിജീവിച്ചിട്ട് വേണം ഇവർക്ക് ഈ ഭൗമ ഉപരിതലത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അതിന് സാങ്കേതികമായ പിന്തുണ ഈ ഉള്ളിലുള്ളവരും ചെയ്യണം. താഴത്തെ ഇതിൻ്റെ കൺട്രോളിംഗ് സ്റ്റേഷനിലും അതിനുള്ള സാങ്കേതികപരമായ പിന്തുണയെല്ലാം വളരെ സങ്കീർണമായ പ്രവർത്തനമാണ്. ജീവൻ വെച്ചുള്ള കളി തന്നെയാണ്. ഈ 4 പേരുടെ ജീവനും പ്രധാനമാണ്. വളരെ ആ സങ്കീർണതയൊക്കെ പൂർത്തിയാക്കുമ്പോഴാണ് ഈ പറയുന്ന കൃത്യമായ ഒരു സുരക്ഷിത സ്ഥലത്തെത്തിയതിന് ശേഷം പാരച്യൂട്ട് നിവർത്തി ഈ പേടകം പതുക്കെ ഭൂമിയിലെ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് പതിക്കുകയുള്ളൂ. ഈ പറയുന്ന പോലെ 4 പേർ, അതായത് പിഗി വിറ്റ്സൺ എന്ന് പറയുന്ന ഒരു വനിതയാണ് ഈ ടീം ലീഡർ. അവർ മുൻ ബഹിരാകാശ യാത്രികയാണ്, നാസയുടെ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അവരാണ് ഈ സംഘത്തെ നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹംഗറിയുടെ ഒരു ടെബോർ കബുവും പോളണ്ടിൻ്റെ സ്ലോവാസ് ഉസ്നാവ്സ്കി, ഇവർ ഇത്രയും അടങ്ങുന്നതാണ് ഈ പറയുന്ന സംഘത്തിലുള്ളത്. ഇവരേതാണ്ട് 60ഓളം വിവിധ പരീക്ഷണങ്ങൾ, അതായത് 31 രാജ്യങ്ങളിൽ നിന്ന് നിർദ്ദേശിച്ച 60ഓളം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഈ ബഹിരാകാശ നിലയത്തിൽ ഈ 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ പൂർത്തിയാക്കിയ ശേഷമാണ് വരുന്നത്. ഈ ഇന്ത്യ ഈ കാര്യത്തിൽ ശുഭാംശു ശുക്ലയ്ക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ആൻഡ് ജനറ്റിക് റിസർച്ച്, അതായത് നമ്മുടെ ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച, പരിണാമം തുടങ്ങിയ കാര്യങ്ങൾ ഈ പറയുന്ന ശൂന്യാകാശത്തെ അന്തരീക്ഷത്തിൽ എത്രത്തോളം സാധ്യമാണ്,
ആ തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ശുക്ല അവിടെ നിർവഹിച്ചത്. അപ്പോൾ എങ്ങനെ, അതായത് ഒരു വ്യോമസേന പൈലറ്റായ ശുഭാൻഷുവിന് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഭൂമിയിലുള്ള ഗവേഷണ പ്രവർത്തനമൊക്കെ ചെയ്യുമല്ലോ, അവരും ഈ പറയുന്ന സ്പേസ് സ്റ്റേഷനിലെ അന്തരീക്ഷവും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് മാത്രമാണ് ഇദ്ദേഹം. ഇവിടെ നിന്നുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യം അത് കൃത്യമായി പൂർത്തിയാക്കി. അതായത് നമ്മൾ ഏതാണ്ട് 41 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തുന്നത്. ഇദ്ദേഹം ശുഭാൻഷുവിനെ സംബന്ധിച്ച് ബഹിരാകാശ നിലയത്തിൽ 14 ദിവസത്തോളം താമസിച്ചു എന്നുള്ളതും പ്രത്യേകതയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമാണ്. കാരണം ഈ ശുഭാൻഷു ശുക്ല ഏതാണ്ട് 2006 ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി കിട്ടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ട് ഏതാണ്ട് 2000 മണിക്കൂറോളം യുദ്ധവിമാനങ്ങളൊക്കെ പറത്തി പരിചയമുള്ള ഒരാൾ കൂടിയാണ്. ഇദ്ദേഹത്തെ നമ്മൾ തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടി, അതാണ് ഗഗൻയാൻ എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പോൾ ഈ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹം 2026 അത് നടപ്പിലാക്കണമെന്നാണ് ഇന്ത്യ പദ്ധതി ഇട്ടേക്കുന്നത്. പക്ഷേ അതിൻ്റെ കൃത്യം തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ഗഗൻയാൻ പദ്ധതിയുടെ ലീഡർ കൂടിയാണ് ഈ ശുഭാൻഷു ശുക്ല. അപ്പോൾ അദ്ദേഹം ഈ 14 ദിവസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിച്ചു എന്നുള്ളതും പിന്നെ ഈ പറയുന്ന ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു ബഹിരാകാശ യാത്ര നടത്തിയ അനുഭവ സമ്പത്തുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അത് ഇന്ത്യയുടെ ഈ പറയുന്ന ഗഗൻയാൻ ദൗത്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. അപ്പോൾ അദ്ദേഹം ആ പറയുന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി വരുന്നു. ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ആ യാത്ര. കാരണം ഏതാണ്ട് 4 തവണ മാറ്റിവെച്ചതിന് ശേഷം 5ാമത് തവണ ആണിത് വിക്ഷേപണം സാധ്യമായത്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. കാരണം ഏതാണ്ട് 2019 ഇദ്ദേഹം ഈ പറയുന്ന ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത്. വലിയ രീതിയിലുള്ള, അതായത് അതികഠിനമായ ഒരു ജീവിതചര്യ ഇവർക്ക് പിന്തുടരേണ്ടി വരും. പിന്നെ ഈ യാത്രയ്ക്ക് മുൻപായിട്ട് ഏതാണ്ട് ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. കാരണം മറ്റുള്ളവരുമായി സമ്പർക്കത്തിലുണ്ടായാൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ബഹിരാകാശ ജീവിതത്തിന് വേണ്ടി അവർ സ്വയം തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ശാരീരികവുമായും മാനസികവുമായും ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമാണ് അദ്ദേഹം മാത്രമല്ല ബഹിരാകാശ ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പാതയിലൂടെ പോകേണ്ടി തന്നെ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള അതികഠിനമായ പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഈ പറയുന്ന ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായത്. അവർ കഴിഞ്ഞ 25-ാം തീയതി ജൂൺ 25-നാണ് ഇവിടെ നിന്ന് കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് യാത്ര തിരിച്ചത്. ഈ പറയുന്ന പോലെ 28 മണിക്കൂർ കൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി 14 ദിവസം അവിടെ ചിലവഴിച്ചു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള പലരുമായും, ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ടും ഇവിടെയുള്ള ഭരണ മേധാവികളുമായിട്ടും അടക്കം സംവദിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി. ഏതായാലും നാളെ കൊണ്ട് ഈ ആക്സിയം 4ൻ്റെ ദൗത്യം പൂർത്തിയാകുകയാണ്. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങി വരാം. അതിനുള്ള പക്ഷേ അവസാന തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല.